ദൈവം നൽകിയ പരീക്ഷ ഒരു ആരാധന വിഷയമാണ്. ഉൽപ്പത്തി 22:2 വാക്യം വായിക്കാം. അപ്പോൾ അവൻ നിന്റെ മകനെ, നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ ഇസഹാക്കിനെ തന്നെ കൂട്ടിക്കൊണ്ട് മോര്യാദേശത്ത് ചെന്ന് അവിടെ ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഒരു മലയിൽ അവനെ ഹോമയാഗം കഴിക്ക എന്ന് അരുളി ചെയ്തു. ഹോമയാഗം കഴിക്കുക, ഹോമയാഗം കഴിക്കുക, ഹോമയാഗം കഴിക്കുക എന്ന് പറഞ്ഞപ്പോൾ അബ്രഹാമിന് മനസ്സിലായത് അതൊരു ആരാധന എന്നാണ്. ഉൽപ്പത്തി പുസ്തകം 22-5 തിരുവെഴുത്ത് വായിക്കാം. അബ്രഹാം ബാല്യക്കാരോട്, നിങ്ങൾ കഴുതയുമായി ഇവിടെ ഇരിപ്പീൻ, ഞാനും ബാലനും അവിടത്തോളം ചെന്ന് ആരാധന കഴിച്ച് മടങ്ങി വരാമെന്ന് പറഞ്ഞു. കരമ്പൂക്കി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഞാനും ബാലനും കൂടെ അവിടെ പോയി ബാലനെ യാഗം കഴിച്ചിട്ട് വരാമെന്നല്ല അവരോട് പറഞ്ഞത്, ആരാധന കഴിച്ച് മടങ്ങി വരാം. പ്രൈസ് ദി ലോർഡ്. ആരാധനയുടെ മഹത്വം നിങ്ങൾ എന്തോന്ന് മനസ്സിലാക്കിയിരിക്കുന്നു. ചുമ്മാതെ രാവിലെ എഴുന്നേറ്റ് സമയത്തിന് ചിലരൊന്നും വരത്തില്ല, ക്ഷമിക്കണം പറയുന്നതിൽ, സ്തോത്രം. പിന്നെ വന്നില്ലെങ്കിൽ പാസ്റ്റർ വിളിച്ചാലോ അത് ഒഴിവാക്കാൻ വേണ്ടിയും മുടക്കുകയും വേണ്ട എന്നത് തരത്തിലൊക്കെ ഉള്ള ചിന്തയിൽ കൂടി വരുന്നവര് ഇന്ന് പകലെ ഈ ശബ്ദം കേൾക്കുന്നു എങ്കിൽ പ്രൈസ് ദി ലോർഡ്, ആരാധനയ്ക്ക് കൊടുക്കേണ്ട മഹത്വം കൊടുക്കുവാൻ, അതിന് കൊടുക്കേണ്ട പ്രാധാന്യം കൊടുക്കുവാൻ, അതിന് കൊടുക്കേണ്ട വില കൊടുക്കുവാൻ ദൈവസഭയോട് പരിശുദ്ധാത്മാവ് ബുദ്ധി ഉപദേശിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അബ്രഹാമിന് ന്യായപ്രമാണത്തിലെ കാര്യങ്ങളൊന്നും അറിഞ്ഞുകൂടാ, കേട്ടിട്ടുമില്ല. എങ്കിലും അബ്രഹാമിനകത്തെന്തോ ഒരു വെളിച്ചം ഉണ്ടായിരുന്നു. ദൈവം എന്നോട് പറഞ്ഞത് ഹോമയാഗം കഴിക്കാനാണ്. ഈ ഹോമയാഗം അത് ദൈവത്തിൻ്റെ പ്രസാദം കിട്ടാനുള്ള യാഗമാണ്. ഈ പ്രമാണമൊന്നും അബ്രഹാമിന് അറിയത്തില്ല. ലേവ്യാപുസ്തകം 1-3 വാക്യം വായിക്കാം. അവിടെയാണ് പ്രമാണം. അവർ വഴിപാടായി കന്നുകാലികളിൽ ഒന്നിനെ ഹോമയാഗം കഴിക്കുന്നുവെങ്കിൽ ഊനമില്ലാത്ത ആണിനെ അർപ്പിക്കണം. ഊനമില്ലാത്ത ആണിനെ അർപ്പിക്കണം. യഹോവയുടെ പ്രസാദം ലഭിക്കുവാൻ തക്കവണ്ണം അവൻ അതിനെ സമാഗമന കൂടാരത്തിന്റെ വാതിൽക്കൽ വെച്ച് അർപ്പിക്കണം. മതി, എല്ലാവരും നോക്കിക്കേ. ഹോമയാഗം എന്തിനാണ് പറയേ? യഹോവയുടെ പ്രസാദം കിട്ടാൻ. ഓ സ്തോത്രം. ദൈവപ്രസാദം കിട്ടാൻ വേണ്ടിയാണ് ഹോമയാഗം അർപ്പിക്കേണ്ടത്. ഹോമയാഗം ആരാധനയെ സാദൃശീകരിക്കുകയാണ്. സ്തോത്രം. അർപ്പിക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക് ഏതിനെ അർപ്പിക്കണം? ആണിനെ അർപ്പിക്കണം. ഊനമില്ലാത്തതിനെ. എല്ലാവരും എന്നെ ഒന്ന് ശ്രദ്ധിച്ച്. നമ്മൾ ചിലരൊക്കെ പറയാറുണ്ടല്ലോ, നീ ആണായിട്ട് ജനിച്ചിട്ട് എന്താടാ പ്രയോജനം, നിനക്ക് ആണത്വം ഇല്ലാതെ പോയല്ലോ, അല്ലേ? ആണായാലും പെണ്ണായാലും ആ രൂപം കൊണ്ടല്ല, അതിനൊരാണത്വം ആണായിരിക്കണം. ദൈവസഭയിലും ആണിനോടാണ് പോരാട്ടം. മറ്റേ പെണ്ണന്മാരോട് ഒരു പ്രശ്നമില്ല. പെണ്ണന്മാരുണ്ടല്ലോ, വിളിച്ചാൽ എന്തെങ്കിലുമൊക്കെ പറയും, ഇരിക്കും, കൈയടിക്കുമ്പോ പെണ്ണന്മാർ, പെണ്ണുങ്ങൾ. സ്തോത്രം. നീ ആണായിരിക്കണം. പോരാട്ടം ആണിനോടാണ്. ഇസ്രായേലിൽ എത്രയോ പെമ്പിള്ളാര് ജനിച്ചു. അവിടെ വല്ല പ്രശ്നമുണ്ടോ? ഇല്ല. ആണ് വേണ്ട, ആണ് വേണ്ട, ആണിനെ കൊല്ലണം. ആണാണ് പ്രശ്നം. ദൈവസഭയ്ക്ക് പെണ്ണുങ്ങൾ വേണ്ട.
പ്രൈസ് ദി ലോർഡ്. ദൈവസഭയ്ക്കകത്തുള്ള സകല വ്യക്തികളും ആണായിരിക്കണം. ആണായിരിക്കണം. സഹോദരിമാരെ, രൂപം കൊണ്ട് നിങ്ങൾ പെണ്ണായിരിക്കാം, ദൈവസഭയിൽ നീ ആണായിരിക്കണം. നിനക്ക് ആണത്വം ഉണ്ടായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. പിന്നെയും ശ്രദ്ധിക്കൂ, ഈ പെണ്ണുങ്ങളുണ്ടല്ലോ അവസരോചിതം വാക്ക് മാറുന്നവർ, ഇപ്പോഴും ആണുങ്ങളും അങ്ങനെയൊക്കെ തന്നെ. സഹോദരം, ഇരുവാക്കുകാര്, ഇതൊന്നും നോ ദൈവസഭയ്ക്ക് ചേർന്നതല്ല. ആണത്വം കാത്തു സൂക്ഷിക്കണം. ആണത്വം. മറ്റൊന്ന്, ഊനമില്ലാത്തതായിരിക്കണം. ആരാധനയിൽ എന്ത് പാടില്ല? ഒന്ന് ചിന്തിച്ചു നോക്കി. എൻ്റെ കയ്യടിയിൽ ഊനമുണ്ടോ? എൻ്റെ പാട്ടിനകത്ത് ഊനമുണ്ടോ? എൻ്റെ അന്യഭാഷയ്ക്കകത്ത് ഊനമുണ്ടോ? എൻ്റെ ആരാധനയിൽ ഊനമുണ്ടോ? ഊനമുള്ള ഒന്നിനെയും യാഗം കഴിക്കരുത്. നിന്റെ ആരാധന ഊനമില്ലാത്ത ആരാധനയായിരിക്കണം. നീ ഇവിടെ ഇരിക്കുമ്പോൾ നിന്റെ മനസ്സ് വീട്ടിൽ കൂടെ മെഡിക്കൽ കോളേജിൽ കൂടെ കറങ്ങി നടക്കുന്നെങ്കിൽ ആരാധന ഊനമുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. അന്ന് ജീവനെ തന്നെ അർപ്പിച്ചാണ് ഹോമയാഗം. ഇന്ന് നമ്മൾ സിമ്പിളായിട്ടൊക്കെ ഇരുന്ന് ആരാധിക്കുന്നുണ്ട്. കുറഞ്ഞ പക്ഷെ ഏകാഗ്രതയെങ്കിലും വേണം. പ്രൈസ് ദി ലോർഡ്. ഊനമില്ലാത്ത ആരാധന. എത്ര പേർക്ക് നെഞ്ചി കൈവച്ച് പറയാൻ പറ്റും, എൻ്റെ ആരാധന ദൈവത്തിൻ്റെ മുമ്പിൽ ഊനമില്ലാത്ത ആരാധനയാണ്? ഊനമുള്ള ആരാധനയെ ദൈവം വെറുക്കുന്നു. ഊനമില്ലാത്ത ആരാധനയിൽ ദൈവം പ്രസാദിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സങ്കീർത്തനക്കാരന്റെ തീരുമാനം ശ്രദ്ധിക്കുക. സങ്കീർത്തനക്കാരന്റെ തീരുമാനം. സങ്കീർത്തനങ്ങൾ 5:7 വായിക്കാം. ഞാനോ നിന്റെ കൃപയുടെ ബഹുത്വത്താൽ നിന്റെ ആലയത്തിലേക്ക് ചെന്ന്, ഞാൻ നിന്റെ ആലയത്തിൽ ചെല്ലും, നിന്റെ വിശുദ്ധ മന്ദിരത്തിന് നേരെ, നിന്റെ വിശുദ്ധ മന്ദിരത്തിന് നേരെ നിങ്കലുള്ള ഭക്തിയോടെ ആരാധിക്കും. നിങ്കലുള്ള ഭക്തിയോടെ ആരാധിക്കും. ഇവിടെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്ക്. ഭക്തൻ പറയുന്നു, ഞാൻ ചെല്ലും, ഞാൻ നോക്കും, നിങ്കലുള്ള ഭക്തിയോടെ ഞാൻ ആരാധിക്കും. 3 കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാൻ ചെല്ലും. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവകൃപയിൽ വന്ന ഒരു ദൈവ പൈതലിനെ ആരും ആരാധനയ്ക്ക് വിളിക്കണ്ട. ആരാധന ഉണ്ടോ എന്ന് ചോദിച്ചവൻ ചെല്ലും. ഇവിടെ നമുക്ക് ഇപ്പോഴും ഫോണൊക്കെ ഉള്ളതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വിളിക്കാം. വിളിക്കുമ്പോൾ ചെറിയ വരുന്നില്ലേ ഇന്നെന്തോന്ന് പരസ്യം പറഞ്ഞവർ കേട്ടില്ല, ഇന്നെന്തോന്നാണ് ചോദിക്കുന്നത്. സ്തോത്രം. മനസ്സിലായില്ലേ? ആരാധനയ്ക്ക് നേരത്തെ ചെല്ലണം, കൃത്യമായി ചെല്ലണം. ഞാൻ ചെല്ലും. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടവരെ ആരും ആരാധനയ്ക്ക് വിളിക്കണ്ട. അവരാരാധന ഉണ്ടോ എന്ന് ചോദിച്ച് ചെല്ലുന്നവരാണ്. ഹല്ലേലൂയ. ഞാൻ ചെല്ലും. പിന്നെ ഞാൻ എൻ്റെ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കും. ആരാധ്യനെ നോക്കും. ദൈവസന്നിധിയിൽ ചെന്ന് അടുത്തിരിക്കുന്നവരെ നോക്കത്തില്ല, മറ്റുള്ളവരെ വെച്ച് കമ്പയർ ചെയ്യത്തില്ല. നമ്മുടെ എപ്പോഴും മറ്റുള്ളവരുമായിട്ടുള്ള കമ്പാരിഷനാണ്. അത് വേണ്ട കേട്ടോ. സ്തോത്രം. രക്ഷയും വിശുദ്ധ ജീവിതവും സ്വർഗത്തിൽ പോകുന്നതും വ്യക്തിപരമാണ്. വ്യക്തിപരമാണ്. ഹല്ലേലൂയ. ആകയാൽ ആരാധന വ്യക്തിപരമാണെന്ന് മനസ്സിലാക്കുക. മറ്റുള്ളവരെ നോക്കിയിരിക്കണ്ട, ആരാധ്യനെ നോക്കിയിരിക്കുക. ആരാധ്യനെ നോക്കുക, ആരാധിക്കുക. ഒന്നുകൂടെ ഞാൻ അവിടെ പറയട്ടെ, ശ്രദ്ധിച്ചു കേട്ടോണം. ഞാൻ ആരാധിക്കും. എന്നെ ആരും ആരാധിപ്പിക്കണ്ട. ഇപ്പോഴത്തെ സ്ഥിതി അങ്ങനെയല്ല. സ്വതന്ത്രം. എല്ലാവരും ഉത്സാഹിച്ച് ആരാധിക്കാം, കൈയടിച്ച് ആരാധിക്കാം, പൊളിച്ച് ആരാധിക്കാം, ശക്തമായിട്ട് ആരാധിക്കാം. ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഇളക്കി കുറച്ച് ട്രക്കൊക്കെ കൂടെ ഉപയോഗിച്ചാലേ ഒന്ന് ചലിച്ചൂടാ. ഞാൻ ചോദിക്കട്ടെ, ഇതൊക്കെ നമ്മളോട് പറയണോ? നിങ്ങൾ പിന്നെ എന്തിനാ വന്നത്? എന്നെ നോക്കിക്കേ, ചിലരൊക്കെ കുനിഞ്ഞിരിക്കുന്നത്. എന്തിനാ വന്നേ? എന്തിനാ വന്നേന്ന് ദൈവത്തെ പിന്നെ അതങ്ങ് ചെയ്തുകൂടെ? ഒരവസരം കിട്ടിയ ചൊവ്വ ചെയ്തേക്കണം.
അതുകൊണ്ട് പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ നിങ്ങൾ അറിയാൻ ആരാധിച്ചുകൊണ്ടിരിക്കരുത്. ആരാധിക്കാൻ അവസരം കിട്ടുമ്പോൾ കാത്തിരിക്കണം. പിന്നെ ചൂട് പിടിക്കാനൊന്നും നിൽക്കണ്ട, അങ്ങ് ആരാധിച്ചിരിക്കണം. ഞാൻ ആരാധിക്കും. മനസാക്ഷിയിൽ തൊട്ടത്ര പേർക്ക് പറയാൻ പറ്റും, ഞാൻ എൻ്റെ ദൈവത്തെ ആരാധിക്കും. സന്തോഷത്തോടെ ഒരു ഹല്ലേലൂയ പറയാം. പഴയ നിയമത്തിൽ കാളയും ആടും പ്രാവും പിന്നെ മാവും ഒക്കെ കൊണ്ടാണ് ആരാധനയ്ക്ക് പോകേണ്ടത്. എന്താ സംവിധാനം ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ ദൈവമേ, നമ്മുടെ ചാലക്കുടി സഭയിൽ ആരെങ്കിലും വരുമായിരുന്നോ എന്നോ എനിക്കറിയത്തില്ല. സ്തോത്രം. സങ്കീർത്തനം 69:30 തിരുവെഴുത്ത്. ഞാൻ പാട്ടോടെ ദൈവത്തിന്റെ നാമത്തെ സ്തുതിക്കും. എല്ലാവരും എന്നെ നോക്കിക്കേ, ഞാൻ പാട്ടോടെ. ഇവിടെ ഗോഡ്സൺ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്, പാട്ട് അറിയാവുന്നവർ കണ്ണടച്ച് പാടിക്കോ, പാട്ട് അറിഞ്ഞുകൂടാത്തവർ നോക്കി പാടിക്കോ എന്ന് പറയാം. ഇത് രണ്ട് സംവിധാനവും നമുക്കുണ്ടെങ്കിലും നമുക്ക് പാട്ട് വരില്ല എന്നുള്ളതാണ്. ചിലരുടെയൊക്കെ വായും ഇരിപ്പുമൊക്കെ കണ്ടാൽ ഇവർക്ക് നാക്കുണ്ടോ എന്ന് സംശയമാണ്. അതേസമയം വേറെ ചില രംഗത്തൊക്കെ എവിടെ നാക്ക് കേൾക്കണം. ഞാൻ പാട്ടോടെ എൻ്റെ ദൈവത്തെ സ്തുതിക്കും. അടുത്ത് സ്തോത്രത്തോടെ അവനെ മഹത്വപ്പെടുത്തും. അപ്പോൾ പാട്ട് ഇങ്ങോട്ട് കയറുകയാണ്, ആരാധനയിലോട്ട് കയറുകയാണ്, സ്തോത്രത്തിൽ കയറുകയാണ്. എല്ലാവരും കേട്ടോ, പാട്ട് പാടി തുടങ്ങുന്നു, സ്തോത്രത്തിലോട്ട് ആരാധനയിലോട്ട് കയറുന്നു. അത് ഈ അവസാനം താളം തെറ്റിച്ചൊന്നും അടിക്കണ്ട കേട്ടോ, അല്ലാതെ അങ്ങ് കയറിക്കൊള്ളും. ചിലരെയൊക്കെ മുഖത്ത് നോക്കിയപ്പോഴേ തള്ളി വേണം കയറ്റാൻ. സ്തോത്രം. നല്ല മനസ്സോടെ പാട്ടുപാടി ആരാധന ആരംഭിച്ചാൽ അറിയാതെ എവിടേക്ക് കയറും? ആരാധനയിലേക്ക് കയറും. മനസ്സിലായവർ മാത്രം ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഇനി 31-ാം വാക്യം വായിച്ച്. അത് യഹോവയ്ക്ക് കാളയെക്കാളും. അത് ഏത് അങ്ങനെയാണെങ്കിൽ അത് യഹോവയ്ക്ക് പണ്ടത്തെ കാളയെക്കാളും കൊമ്പും കുളമ്പുമുള്ള മൂരിയേക്കാളും കൊമ്പും കുളമ്പുമുള്ള തടിച്ച് കൊഴുത്ത മൂരിയേക്കാളും പ്രസാദകരമാകും. എത്ര പേർക്ക് ഈ ദൂത് മനസ്സിലായെന്ന് എനിക്ക് അറിയത്തില്ല. എന്തിനാ ദൈവശ്രീയിൽ വന്നത്? ഹോമയാഗം കഴിക്കാൻ. എന്തിനാണ് ഹോമയാഗം കഴിക്കുന്നത്? ദൈവപ്രസാദം കിട്ടാൻ. എന്നെ നോക്ക്, ദൈവപ്രസാദം കിട്ടണമെങ്കിൽ നമ്മുടെ ആരാധന അണ്ടത്തെ കാളയെക്കാളും കൊമ്പും കുളമ്പുമുള്ള മൂരിയേക്കാളും നമ്മുടെ യാഗം ദൈവത്തിന് പ്രസാദമാകണം. മനസ്സിലായൊരു മാത്രം ഇങ്ങനെ മുഖ്യ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അതുകൊണ്ട് ദൈവത്തെ ആരാധിക്കുമ്പോൾ, ഹോമയാഗം കഴിക്കുമ്പോൾ ഈ ചുണ്ടനങ്ങിയാൽ മാത്രം പോരാ. സ്തോത്രം. അകത്തുള്ള നമ്മുടെ ആത്മാവും കൂടെ സന്തോഷിക്കണം. സങ്കീർത്തനം 71:23 തിരുവെഴുത്ത് വായിക്കാം. സ്തോത്രം. ഞാൻ നിനക്ക് സ്തുതി പാടുമ്പോൾ എന്റെ അധരങ്ങളും ഈ അധരങ്ങളും നീ വീണ്ടെടുത്ത എന്റെ പ്രാണനും എന്റെ അകത്തെ പ്രാണനും ഘോഷിച്ചാനന്ദിക്കും. രണ്ട് കരവും കൂട്ടി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഇത് നമുക്കിവിടെ കിട്ടണം. അതാണ് ആരാധന. ഹല്ലേലൂയ. അല്ലാതെ വന്നിങ്ങനെ ചമഞ്ഞിങ്ങനെ എഴുന്നേറ്റ് ഹല്ലേലൂയ പറയാം. ഹല്ലേലൂയ, സ്തോത്രം. പിന്നെ പാട്ട് പാടുമ്പോഴേ ചുണ്ട് അനങ്ങിയെന്നും വരും, അനങ്ങിയില്ലെന്നും വരും, കൈ അനക്കിയെന്നും വരും, ഇല്ലെന്നും വരും. പോരാ. ഞാൻ നിനക്ക് സ്തുതി പാടുമ്പോൾ, ഞാൻ എൻ്റെ ദൈവത്തെ ആരാധിക്കുമ്പോൾ, ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ എൻ്റെ ആദരങ്ങളുടെ ചലനം മാത്രമല്ല, എൻ്റെ അകത്തിരിക്കുന്ന നീ വീണ്ടെടുത്ത പ്രാണൻ ഘോഷിച്ചാനന്ദിക്കുന്നു. അതിൻ്റെ ഒരു സുഖവും സന്തോഷവും മുഖത്ത് കാണണം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ.
സ്തോത്രം. ഞാൻ ദൈവത്തിന് സ്തുതി പാടുമ്പോൾ എൻ്റെ അതരം മാത്രമല്ല, എൻ്റെ അകത്തെ വീണ്ടെടുത്ത പ്രാണൻ ഘോഷിച്ച് ആനന്ദിക്കുന്നു. ഇനി എല്ലാവരും ഒന്ന് നോക്കി, അബ്രഹാം യാഗം കഴിക്കാൻ പോവുകയാണ്. സ്തോത്രം. ആ 22-ാം അധ്യായം അതിൻ്റെതായ സ്തോത്രം 4-ാം വാക്യം ഒന്ന് വായിച്ചേ. 3-ാം ദിവസം അബ്രഹാം നോക്കി ദൂരത്ത് നിന്ന് ആ സ്ഥലം കണ്ടു. അയ്യോ, ഈ ഇവരെയൊക്കെ ഇറക്കി വിട്ടിട്ടെ 3 ദിവസവും അബ്രഹാമും ഇസാഖും കൊണ്ട് നടക്കുകയാണ്. എത്രാം ദിവസം ആ ആരാധന സ്ഥലം കണ്ടത്? 3-ാം ദിവസം. ഇനി 3-ാം ദിവസം എന്ന് പറയുന്നത് ബാല്യക്കാരുമായിട്ട് ചേർന്ന് നടന്നതാണോ നമുക്ക് കൃത്യമല്ല, അറിയത്തില്ല, വിട്ടേക്കാം. പക്ഷേ ഒരു ആരാധനയ്ക്ക് എത്ര ദിവസം നടന്നു? ഒരു ആരാധനയ്ക്ക് എത്ര ദിവസം നടന്നു? നമ്മളാണെങ്കിലോ ഒരു ആരാധനയ്ക്ക് 3 ദിവസം നടന്നു. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഒരു ആരാധനയ്ക്ക് എത്ര മൈൽ നടന്നിട്ടുണ്ട്? 12 24 മൈൽ നടന്നാണ് ഒരു ആരാധന. നിങ്ങളാണെങ്കിൽ എത്ര പേര് വരുമായിരുന്നു? അബ്രഹാം 3 ദിവസത്തെ വഴി നടന്നപ്പോൾ സ്ഥലം കണ്ടു. പിന്നെ എത്താൻ പിന്നെ സമയമെടുത്ത് കാണും. ആരാധനയുടെ മഹത്വം മനസ്സിലായോ? വില കൊടുക്കാതെ ആരാധന നടക്കത്തില്ല. ഇവിടെ ഇന്ന് പകൽക്കാലം വില കൊടുത്ത് എത്ര പേര് ഇവിടെ ഇരിപ്പുണ്ടെന്ന് എനിക്കറിയത്തില്ല. ആരാധ്യൻ അറിയുന്നുണ്ട്, ആരാധ്യൻ അറിയുന്നുണ്ട്. വില കൊടുത്തിവിടെ വന്നവരെ കർത്താവ് ഇന്ന് പകൽക്കാലം വെറുതെ മടക്കി അയക്കത്തില്ല. നിന്റെ ആരാധനയും പ്രസാദിച്ചാൽ പ്രൈസോളോട് നിനക്ക് തരേണ്ടതെന്നത് തന്നു മടക്കി അയക്കും. നമ്മുടെ 29-ാം സങ്കീർത്തനം തുടങ്ങുമ്പോൾ നിങ്ങൾക്കറിയാം, അങ്ങോട്ട് കൊടുക്കുകയാണ്. ആ സങ്കീർത്തനം അവസാനിക്കുമ്പോൾ അവർക്ക് ദൈവം ഇങ്ങോട്ട് കൊടുക്കുകയാണ്. ആ തുടക്കവും ലാസ്റ്റും ഒന്ന് വായിരുന്നേ. ദൈവപുത്രന്മാരെ യഹോവയ്ക്ക് കൊടുപ്പീൻ. അവിടെ നിർത്തിക്കോ. ദൈവപുത്രന്മാരെ ദൈവത്തിന്, അവിടെ പുത്രിമാരെ എന്ന് എഴുതിയിട്ടില്ല, ആണത്വമുള്ളവരെയൊക്കെ ചേർത്തങ്ങ് പറയുകയാണ്. സ്തോത്രം. അല്ലാതെ ഈ പെണ്ണത്തരം സ്വഭാവമുള്ള പെണ്ണുങ്ങളെ പുത്രന്മാരുടെ സൈഡിലോട്ട് കയറി വരണം, ആണിൻ്റെ സൈഡിലോട്ട് കയറി വരണം. സ്തോത്രം. ആണത്വമുള്ളവരായിത്തീരണം, ആണുങ്ങളും പെണ്ണുങ്ങളും. പ്രീസ്. ദൈവപുത്രന്മാരെ യഹോവയ്ക്ക് കൊടുപ്പീൻ. കൊടുക്കേണ്ടത് കൊടുക്കണം. അവസാന വാക്യം വായിരു മോനെ. യഹോവ തന്റെ ജനത്തിന് ശക്തി നൽകും. യഹോവ തന്റെ ജനത്തെ സമാധാനം നൽകി അനുഗ്രഹിക്കും. അങ്ങോട്ട് കൊടുക്കേണ്ടത് കൊടുത്താൽ ഇങ്ങോട്ട് കിട്ടും. അല്ല, ഇവിടെ വന്ന് വലിഞ്ഞ് ഇഴഞ്ഞ് കോട്ട് വായു അടിച്ച് ചിലർ വാ തുറന്നു വരുന്നത് കാണുമ്പോൾ ഞാൻ വിചാരിക്കും ഇതാണ്. സ്തോത്രം, സ്തോത്രം, ഹല്ലേലൂയ. അങ്ങോട്ട് ശരിക്ക് കൊടുത്താൽ, കൊടുക്കേണ്ടത് പോലെ കൊടുത്താൽ ഇങ്ങോട്ട് വരേണ്ടത് കൃത്യമായിട്ട് വന്നുകൊള്ളും. 3-ാം ദിവസം എല്ലാവരും ശ്രദ്ധിച്ചേ, 3-ാം ദിവസം. അതുകൊണ്ടായിരിക്കാം ചിലപ്പോഴേ മോശയും ഇസ്രായേലും കൂടെ മിസ്രയീമിൽ പറഞ്ഞത്, ഞങ്ങൾക്ക് എത്ര ദിവസത്തെ വഴി ചെന്ന് യാഗം കഴിക്കണം? വായിക്കാൻ ഇപ്പോൾ നേരമില്ല, വാക്യം വേണമെങ്കിൽ നോട്ട് ചെയ്തോ. സ്തോത്രം. പുറപ്പാട് 8:27. 3 ദിവസത്തെ വഴി ചെന്ന് വേണം ഞങ്ങൾക്ക് ദൈവത്തെ ആരാധിക്കുവാൻ. കർത്താവിന് സ്തോത്രം. ഇനി ആ ഉൽപ്പത്തിയുടെ പുസ്തകം 22-ാം അധ്യായം 5-ാമത്തെ തിരുവെഴുത്ത് വായിക്കണം. അബ്രഹാം ബാല്യക്കാരോട്, നിങ്ങൾ കഴുതയുമായി ഇവിടെ ഇരിപ്പീൻ, ഞാനും ബാലനും അവിടത്തോളം ചെന്ന് ആരാധന കഴിച്ച് മടങ്ങി വരാമെന്ന് പറഞ്ഞു. എല്ലാവരും എന്നെ ഒന്ന് ശ്രദ്ധിക്കണേ. ഈ ആരാധനയ്ക്ക്, ആരാധന സ്ഥലത്തിന് അകത്ത് കയറുമ്പോൾ വേണ്ടാത്തതൊന്നും കൊണ്ട് കയറരുത് കേട്ടാ. നിന്റെ ആരാധനയ്ക്കും ദൈവപ്രസാദത്തിനും തടസ്സമുള്ളതിനെയെല്ലാം ചെരുപ്പൂരി ഇടുന്നത് പോലെ അങ്ങ് വെളിയിലിട്ടേക്കണം. അതും കൊണ്ടിഞ്ഞ് കയറി വരാതെ നിനക്ക് ഗുണം വരത്തില്ല. കേട്ടോ പറഞ്ഞത്? ആരാധനയ്ക്കും ദൈവപ്രസാദത്തിന് തടസ്സമുള്ളത് എല്ലാം അബ്രഹാം
ഇവിടെ ഇരിപ്പീൻ. ചിലതൊന്നും ഇരിക്കൂല കേട്ടോ, കൂടെ വരാൻ പിടിക്കും. പിടിച്ച് നിർത്തി അവിടെ ഇരുത്തണം, അങ്ങ് വെളിയിൽ നിന്നില്ലേ. ചിലതൊക്കെ അള്ളി പിടിക്കും ഇഞ്ഞ് കയറി വരാൻ. നീ തള്ളി മാറ്റി അങ്ങ് വെളിയിൽ നിർത്തണം. എത്ര പേർക്ക് മനസ്സിലായെന്ന് എനിക്കറിയത്തില്ല. നിന്റെ ആരാധനയ്ക്കും ദൈവപ്രസാദത്തിനും തടസ്സമുള്ളതൊന്നും കൊണ്ട് ആരാധന സ്ഥലത്തിനകത്ത് വരരുത്. അത് ദൈവപ്രസാദത്തിന് തടസ്സമാണ്. എത്ര പേർക്ക് ഈ ദൂത് പിടികിട്ടുന്നു എന്ന് എനിക്ക് അറിയത്തില്ല. വേണ്ടാത്ത ചിന്തയും വേണ്ടാത്ത വിചാരങ്ങളും ഒക്കെ അകത്ത് വെച്ചുകൊണ്ട് ഇവിടെ ഇരുന്നാൽ ദൈവമക്കളെ ഒരു പ്രയോജനവും ഉണ്ടാകത്തില്ല. ഈ ദൂതുകൾ അങ്ങനെ തന്നെ ഉൾക്കൊള്ളുവാൻ ദൈവജനത്തിന് ദൈവം കൃപ തരട്ടെ. വേണ്ടാത്തതെല്ലാം പകകൾ, മറ്റുള്ളവരോടുള്ള വിഷമങ്ങൾ, മറ്റുള്ളവർ ഇവിടെ ഇരിക്കുമ്പോഴേ തന്നെ നമുക്ക് ആരെങ്കിലുമൊക്കെ നേരെയുള്ള പകയുണ്ടെങ്കിൽ അതും അകത്ത് വെച്ചുകൊണ്ടാണ് ഈ സ്വത്രമൊക്കെ പറയണത്. ആരോടെങ്കിലും വിരോധം ഉണ്ടെങ്കിൽ, പിണക്കമുണ്ടെങ്കിൽ മനസ്സിനകത്ത് അതും വെച്ചുകൊണ്ട് ഹല്ലേലൂയ പറയും. അപകടമാണ് കേട്ടോ. വേണ്ടാത്തതെല്ലാം വെളിയിൽ വയ്ക്കുക, വേണ്ടാത്തതെല്ലാം വെളിയിൽ വയ്ക്കുക. ആരാധനയ്ക്കും ദൈവപ്രസാദത്തിനും തടസ്സമുള്ളതെല്ലാം ഉപേക്ഷിക്കുക. ആരാധന സ്ഥലത്ത് അതുമായി കയറി വരരുത്. സമയക്കുറവുകൊണ്ട് ഞാൻ വേഗം പറയട്ടെ. സ്തോത്രം. അബ്രഹാം യാഗം കഴിക്കാൻ പോകണം. അബ്രഹാമിന് ഒറ്റ ലക്ഷ്യം, യാഗം കഴിക്കുക. അബ്രഹാം കത്തിയെടുത്തു. 22:11 വായിച്ചേ. പിന്നെ അബ്രഹാം കൈ നീട്ടി തന്റെ മകനെ അറുക്കേണ്ടതിന് കത്തിയെടുത്തു. എല്ലാവരും എന്നെ ഒന്ന് നോക്കണേ. ഈ അബ്രഹാം കത്തിയെടുത്തത് അഭിനയിക്കാൻ വേണ്ടിയാണോ പ്രവർത്തിക്കാൻ വേണ്ടിയാണോ? സ്നേഹത്തിന്റെ ആത്മാവിൽ ദൈവസഭയെ ഓർപ്പിക്കുന്നു. ഇതിനകത്ത് ഒരു അഭിനയവും വേണ്ട. ഇതിനകത്ത് ഒരു അഭിനയവും വേണ്ട. ഇതിനകത്ത് ഒരു അഭിനയവും വേണ്ട. ഇവിടെ ആരെയും കാണിക്കാനല്ല നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. കാണേണ്ടവൻ കാണുവാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ. ആകയാൽ നമ്മളിവിടെ എന്ത് ചെയ്താലും കാണേണ്ടവൻ കണ്ടുകൊണ്ടിരിക്കുന്നു. എന്നെ ഈ വചനങ്ങൾ വളരെ സ്പർശിക്കാറുണ്ട്. അബ്രഹാം കത്തിയെടുത്തപ്പോൾ അറുക്കാനാണ്, അല്ല ഒരു ചെറിയ തലോടലിന് വേണ്ടിയല്ല, അറുക്കാൻ വേണ്ടിയാണ് കത്തിയെടുത്തത്. പക്ഷേ എൻ്റെ ചിന്തയാണ്, വചനത്തിൽ എഴുതിയിട്ടില്ല. ഇപ്പോഴേ പരീക്ഷ ഇട്ടവനാണ് പരീക്ഷ എഴുതുന്നവനോടുള്ള ബന്ധത്തിൽ പേടിച്ചിരിക്കുകയാണ്. പരീക്ഷ ഇട്ടവനാര്? ദൈവം. പരീക്ഷ എഴുതുന്നതാര്? അബ്രഹാം. കത്തിയെടുത്തു, വെട്ടിയാ തീർന്ന്. എങ്കിൽ ദൈവം നരബലി സ്വീകരിച്ചവനുമാവും. ആകെ കുഴപ്പം. അപ്പോൾ ദൈവം എപ്പോഴും കുലങ്കഷമായിട്ട് കത്തി എപ്പോഴെടുക്കും. ഇങ്ങനെ നോക്കി അബ്രഹാമിനെ ദൈവം ഇങ്ങനെ ശ്രദ്ധിച്ചു നോക്കുകയാണ്. പക്ഷെ എനിക്ക് വളരെ സന്തോഷമുള്ള ഒരു കാര്യം നിങ്ങളോട് ഞാൻ പറയാം. കർത്താവിന് സ്തോത്രം. ആ കത്തി എടുക്കുമ്പോഴും ഓങ്ങി വെട്ടാൻ തുടങ്ങുമ്പോഴും അവന്റെ ഹൃദയവും ദൈവവുമായിട്ട് നല്ല കണക്ഷനായിരുന്നു. ഈ വല്ലാത്ത രംഗത്ത് അഗ്നിപരീക്ഷ ഇത് അഗ്നിപരീക്ഷയാണ്. ഈ വല്ലാത്ത രംഗത്ത് എങ്ങനെയെങ്കിലും ഈ ശല്യം തീരട്ടെ എന്ന് വിചാരിച്ച് സ്തോത്രം ആവേശത്തോടെ ഒരു വെട്ടുവെട്ടിയെങ്കിൽ സംഗതി ആകെ കുളമാകുമായിരുന്നു. പക്ഷേ സമചിത്തതയോടുകൂടെ ദൈവത്തോടുള്ള മനസ്സിന്റെ ഏകാഗ്രതയില് അബ്രഹാം ആ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിൽക്കുമ്പോൾ ഒരു ശബ്ദം വീണ്ടും കേൾക്കുകയാണ്. 22:12 വായിച്ചു കുഞ്ഞേ. ഉടനെ യഹോവയുടെ ദൂതൻ ആകാശത്ത് നിന്ന് അബ്രഹാമേ അബ്രഹാമേ എന്ന് വിളിച്ചു. ഓ സ്തോത്രം. പരീക്ഷയിട്ടവൻ പിന്നെയും വിളിക്കുകയാണ്. ഈ വിളി ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് കേൾക്കാൻ കഴിയും? നീ പരീക്ഷയെ ജയിക്കുമ്പോൾ, പരീക്ഷയിട്ടവൻ നിന്റെ പരീക്ഷയിൽ തൃപ്തനാകുമ്പോൾ, നിന്റേതായ ജീവിതം തൃപ്തിയാകുമ്പോൾ, നീ പരീക്ഷയിൽ ജയിക്കുമ്പോൾ പരീക്ഷയിട്ടവൻ വിളിക്കുകയാണ്. ഈ വല്ലാത്ത ഈ രംഗത്ത് എങ്ങനെ അബ്രഹാമിന് ഈ ദൈവശബ്ദം കേൾക്കാൻ പറ്റി? ഒന്ന് ചിന്തിക്കണേ. രംഗം മനസ്സിലായല്ലോ. യാഗം, കത്തി കയ്യിലെ,
ഇതാ വീഴാൻ പോവുകയാണ്. ഈസാക്ക് കണ്ണടച്ച് കിടക്കുന്നോ കണ്ണു തുറന്നു കിടക്കുന്നോ എനിക്കറിയത്തില്ല. ആ രംഗം ഒന്ന് ഫീൽ ചെയ്തേ. ആ രംഗം മനസ്സ് ദൈവവുമായിട്ടുള്ള ഏകാഗ്രത. ആരാധനയിൽ ഇതാണ് വേണ്ടത്. എത്ര രൂക്ഷമായ വിഷയങ്ങളുടെ നടുവിലും, എത്ര വലിയ പ്രശ്നങ്ങളുടെ നടുവിലും ആരാധ്യന് നീയുമായിട്ടുള്ള ബന്ധം ക്ലിയർ ആയിരിക്കണം. ദൈവത്തോടുള്ള ഏകാഗ്രതയിൽ വേണം കാര്യങ്ങൾ ചെയ്യാൻ. പ്രൈസ് ദി ലോർഡ്. ഇല്ലെങ്കിൽ ആ യാഗത്തിൽ ദൈവം പ്രസാദിക്കത്തില്ല. എന്നെ ചിന്തിപ്പിക്കുന്ന ഒരു ഭാഗം കൂടെ പറഞ്ഞ് ഞാൻ അങ്ങ് അവസാനിപ്പിക്കട്ടെ. സ്തോത്രം. ആ 22:12 വാക്യം ഒന്ന് വായിച്ചു. ബാലന്റെ മേൽ കൈവയ്ക്കരുത്. ബാലന്റെ മേൽ നീ എന്ത് ചെയ്യരുത്? കൈവയ്ക്കരുത്. പിന്നെ അവനോടൊന്നും ചെയ്യരുത്. അവനോട് നീ ഒന്നും ചെയ്യരുത്. അടുത്ത, നിന്റെ ഏകജാതനായ മകനെ തരുവാൻ നീ മടിക്കായക കൊണ്ട് നീ ദൈവത്തെ ഭയപ്പെടുന്നു എന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു എന്ന് അവൻ അരുളി ചെയ്തു. എന്റെ ദൈവമേ, ഇപ്പോഴും അറിഞ്ഞു, ഇപ്പോഴറിയുന്നെന്ന്. ഇപ്പോഴ് ഇങ്ങനെ ഒരു പരീക്ഷ വന്നാൽ നമ്മളെ കുറിച്ച് വല്ലതും അറിയുമോ? ഇവിടെ ഇരിക്കുന്ന സഹോദരന്മാരെ, സഹോദരിമാരെ, ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ഇപ്പോൾ ഞാൻ അറിയുന്നു. ഞാൻ നിന്റെ വിശ്വാസത്തെ ഇപ്പോൾ അറിയുന്നു. നിന്റെ ഹോമയാഗത്തെ ഞാൻ അറിയുന്നു. ഇപ്പോൾ പരീക്ഷയിലാണ്. പരീക്ഷയെ ജയിച്ചു അവൻ പരീക്ഷ ജയിച്ചു. അവൻ വെട്ടി. അവൻ ദൈവസഭയിൽ ദൈവം ആഗ്രഹിച്ച കാര്യം അവൻ ചെയ്തു. ദൈവം പറയുകയാണ്, ഞാൻ ഇപ്പോൾ അറിയുന്നു. നിന്റെ വിശ്വാസം അറിയുന്നു. നിന്റെ ആരാധന ഞാൻ അറിയുന്നു. ഞാൻ ഇപ്പോൾ അറിയും. ഇത്ര കഠിനമായ വിഷയത്തിൽ കൂടെയാണ് ഒരുവരുടെ ആരാധനയെയും വിശ്വാസത്തെയും ദൈവഭയത്തെയും ദൈവം അറിയുന്നത്. ഇങ്ങനത്തെ പരീക്ഷകളുടെ നടുവില് നീ ജയിക്കുമോ? ഞാൻ അറിയുന്നു എന്ന് ഇപ്പോൾ ഞാൻ അറിയുന്നു. അങ്ങനെ ഒരു രംഗം വന്നാൽ നമ്മുടെ നേരെയുള്ള സാക്ഷ്യം എന്തായിരിക്കും?